ഹലോ, ഇന്നൊരു സൂപ്പർ സാധനമായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതെന്താ ചെയ്യാൻ പോണെന്ന് നോക്കാം. നോക്കി നിൽക്കാതെ ഇവനെ സുന്ദരനാക്കൂ സുന്ദരാന്ന് പറയാൻ ആരും ഇല്ലെങ്കിലും ഞാൻ ഇവനെ സുന്ദരനാക്കാൻ പോവാണ്. ആദ്യമൊന്നും ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടണമെന്നും ഇഷ്ടമല്ലായിരുന്നു. പിന്നെ പതുക്കെ പതുക്കെ ഇഷ്ടമായി തുടങ്ങി. ഇഷ്ടമായെന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുത്തി തുടങ്ങി. ആദ്യം ഞാനിങ്ങനെ തൈരും തക്കാളി നീരും ഉള്ള നമ്മുടെ പ്രധാന സംഭവം അതൊക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ വന്ന് കളിയൊക്കെ ആക്കും. അതേപോലെ പിന്നെ ഇട്ട് കൊടുക്കും. നമ്മൾ റീൽസിൽ വരില്ലേ അതുപോലെ. എന്നിട്ട് വെളുക്കൂ വെളുക്കൂ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു കുടുംബം വെളുക്കും എന്ന് പറയും. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്നൊക്കെ തരാറുണ്ട്. കുടുംബത്തിലെല്ലാവരും വെളുത്തിട്ട് പാറട്ടേന്നേ. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ശരിക്കും കുടുംബം വെളുക്കും. കാരണം കാപ്പിപ്പൊടിക്കും പഞ്ചസാരയ്ക്കും അല്ലറ ചില്ലറ സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയാണ്. വേറൊരാളും കൂടി ഫേഷ്യൽ ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. കേസില്ലാത്ത വക്കീലിന് അപ്രതീക്ഷിതമായിട്ടൊരു കേസ് കിട്ടിയതിലാണ് ഇങ്ങനെ പരീക്ഷിക്കാൻ 2 ആൾക്കാരെ കിട്ടിയത്. നമ്മുടെ വീട്ടിലെ സലീമിനോട് വേണമെന്ന് ചോദിച്ചു. സലീം പറഞ്ഞു വേണ്ടാന്ന്. അതേതായാലും നന്നായി. അവധി ദിവസമാണ്. ആരെങ്കിലും പുറത്തു വന്നെങ്ങാനും വിളിച്ചാൽ പോയി വാതിലോർക്കാനെങ്കിലും ആരെങ്കിലും വേണ്ടേ, മനുഷ്യക്കോലുള്ള ആരെങ്കിലും. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തേച്ചോ. ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ വെളുക്കാൻ രക്തചന്ദനം പുരട്ടിയതാന്ന് പറഞ്ഞാൽ മതി. തൽപര കക്ഷിയല്ല. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാർക്കോൾ മാസ്കൊക്കെ ഇടുമായിരുന്നു. ഇപ്പം ഇങ്ങനെ ഇടാറില്ല. എന്താണോ എന്തോ അവനും ബ്രൂട്ടീഷിന് ഇഷ്ടമല്ലായിരിക്കും. ഇതാണ് നമ്മുടെ വീട്ടിലെ നിഷ്കളങ്കതയുടെ മുഖം. ഇത് വേറൊരു നിഷ്കളങ്കതയുടെ മുഖം. ഈ 2 മുഖങ്ങളുമാണ് നമ്മളിന്ന് വികൃതമാക്കാൻ പോകുന്നത്. സൗന്ദര്യം ഒരു ശാപമായി വരട്ടെ എന്ന് വിചാരിച്ചാണ് ഇവരൊക്കെ ഇത് തേക്കാൻ സമ്മതിക്കുന്നത്. എന്താല്ലേ, അയ്യോടാ. അങ്ങനെ കാത്തിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു ഉണങ്ങിയില്ലെങ്കിൽ അതും ഇതൊക്കെ പറ്റും. അതുകൊണ്ട് ഉണങ്ങുന്നവരെ കാത്തിരിക്കാൻ പറഞ്ഞ് അവിടെ ഇരുത്തേക്കാണ് എല്ലാത്തിനെയും പിടിച്ച്. ഇനി എനിക്ക് തേക്കണം. ഒന്നുമില്ലെങ്കിൽ ഇത്ര സാധനങ്ങൾ കുഴച്ചെടുത്തല്ലേ, കണ്ട കാപ്പിപ്പൊടി അതും ഇതൊക്കെ. കാശിന് ചിലവുണ്ടേ. അപ്പോഴത്തേക്കും വന്നു. ഇവൻ്റെയൊക്കെ ഏകദേശം ഒന്ന് ഉണങ്ങി തുടങ്ങിയായിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്ന നാടകത്തിൻ്റെ പേരാണ് കരിപുരണ്ട ജീവിതങ്ങൾ. എങ്ങനെയുണ്ട്? ഇത് രക്തചന്ദനം പുരട്ടിയതാണെന്ന് ആരും പറയില്ല. ഇനി നമുക്ക് ചർമ്മ സംരക്ഷണത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇനി കാലുകളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനുള്ള സംഭവമാണ് ചെയ്യണത്. ഒരു ബേസൺ എടുക്കുക, ചെറിയൊരു ചൂടുവെള്ളം ഒഴിക്കുക, പിന്നെ ഏതെങ്കിലും ഒരു ഷാമ്പൂ, പേസ്റ്റ്, നാരങ്ങയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ്. ലേശം ഉപ്പും കൂടി ഇടുക. ഇനി നമ്മുടെ കാല് അല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ള കാല് ഇതിലേക്ക് ഇറക്കി വെക്കുക. ഒന്ന് കുതിരാൻ കാത്തിരിക്കുക. നാരങ്ങയുടെ തുണ്ട് കൊണ്ടാണ് ശരിക്കും ഉരയ്ക്കേണ്ടത്. പിന്നെ ഇപ്പം അതില്ലാത്തതുകൊണ്ട് നമ്മൾ ബ്രഷിട്ട് അറഞ്ചം പുറഞ്ചം ഉരച്ചെടുക്കുക. അപ്പോഴത്തേക്കും ചെളിയൊക്കെ ഇളകി ഏകദേശം വന്നിട്ടുണ്ടാവും. കുറച്ചധികം നേരത്തെ പണിയാണ്. നമ്മൾ 2X ഇട്ടേക്കണ കാരണം ഇച്ചിരി വേഗത്തിൽ പോകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ കാലിലാണെങ്കിൽ ഫുള്ള് സ്ക്രാച്ചാണ്, നഖത്തിലും ഫുള്ള് സ്ക്രാച്ചാണ്. പാവം, അധ്വാനിക്കുന്ന കാലുകളാണെന്നാണ് പറഞ്ഞത്. അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നമ്മൾ ഉരച്ച് ശരിയാക്കി കുറച്ച് ഷേപ്പൊക്കെ ചെയ്ത് കൊടുത്ത് നമ്മൾ നെയിൽ കട്ടറും കൊണ്ട് അതൊക്കെ ഒന്ന് വെട്ടി, പിന്നെ ഈ സംഭവമൊക്കെ ഉപയോഗിച്ച് കാലിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെളി, നഖത്തിൻ്റെ ഉള്ളിലെ ചെളിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് എല്ലാം ക്ലീൻ ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി എടുക്കാം. ഇത് ഇച്ചിരി ക്ഷമയോടുകൂടി വേണം ചെയ്യാനായിട്ട്. കാലുകൾക്ക് ഇച്ചിരി സന്തോഷമൊക്കെ തോന്നട്ടേന്ന്. ആരും സന്തോഷിക്കും അസൂയപ്പെടുകയും ചെയ്യേണ്ട. വല്ലപ്പോഴും 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 മാത്രം നടക്കുന്നൊരു പ്രത്യേക കാര്യമാണിത്. ഓട്ടം പോകാത്ത ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു അവധി ദിവസങ്ങളിലും. പിന്നെ കൂടുതലായിട്ട് ഞങ്ങൾ വഴക്കില്ലാത്ത ദിവസമായിരിക്കണം. അങ്ങനത്തെ ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്. വഴക്കാണെങ്കിൽ 2 പേരും മിണ്ടു പോലും ഇല്ല. അപ്പോഴാണ് പിന്നെ കാല് ക്ലീൻ ചെയ്യണത്. എല്ലാം വല്ലതും വാരിപ്പറക്കി തിന്നിട്ട് വല്ലയിടത്തും കിടന്നുറങ്ങും. എന്നാൽ ചില സമയത്ത് സ്നേഹം കൂടുമ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് 50 രൂപയ്ക്ക് 100 രൂപയ്ക്കൊക്കെ 1 മണിക്കൂർ മേൽ തിരുമുക, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. പൈസ തരില്ല, തിരുമൽ മാത്രമേ ഉണ്ടാവുള്ളൂ. മുഖം കണ്ടാലും പേടിക്കണ്ട, വെളുക്കട്ടേന്നേ. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആളിതിനൊക്കെ അങ്ങോട്ട് ഇരുന്ന് തരും. നമ്മൾ കാര്യസ്ഥ സിനിമയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാലാവസ്ഥ പ്രശ്നം കാരണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാലിലും കയ്യിലൊക്കെ തൊലി പോകുന്ന ഓരോ പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത്. അത്യാവശ്യം നല്ല സൂപ്പറായിട്ടുള്ള സംഭവമാണ് കേട്ടോ. അങ്ങനെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്ത് കാലൊക്കെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റാക്കി സൂപ്പറായിട്ട് അങ്ങോട്ട് കൊടുത്തു. നല്ല തെളിച്ച് ഒരു റീഫ്രഷിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾക്കിത് മാസത്തിലൊരിക്കൽ മാറ്റിയിട്ട് ആഴ്ചയിലൊരിക്കലാക്കിയാലോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആലോചിക്കാം. ഇനി എന്തെങ്കിലും ചെളി ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ച് ഈ പാടൊക്കെ വെച്ച് അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്തു. ഇത് ഞാൻ വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ക്രീമാണ് കേട്ടോ, നമ്മുടെ വാസലിൻ്റെ കൊക്കോ ബട്ടർ. ഇതും സൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെ വെച്ചൊന്ന് പയ്യെ കാലൊക്കെ മസാജ് സെറ്റ് ചെയ്ത് കൊടുത്ത് അതിനെ പറഞ്ഞു വിട്ടു. ഇതടുത്തയാളാണ്. ഇയാൾക്കും ഇതൊക്കെ കണ്ടിട്ട് ഇഷ്ടമായി. അപ്പോൾ ഇയാൾക്കും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ അതിൻ്റെ കാലമൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കും നഖമൊക്കെ ക്ലീൻ ചെയ്ത് കൊടുത്ത്, നഖമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്ത്, നഖമൊക്കെ വെട്ടി ഷേപ്പ് ചെയ്ത് സൂപ്പറായി കൊടുത്തു. കാലിലാണെങ്കിൽ ഒരു ലോഡ് ചെളി ഉണ്ടായിരുന്നു. കാലിൽ വെച്ചാൽ മുട്ടിൻ്റെ താഴത്തേക്ക് മൊത്തം. കാരണം ആളൊരു ഫുട്ബോൾ കളിപ്രിയനാണ്. ചെളിയാണോ മണ്ണാണോ എന്നൊന്നും നോക്കില്ല. എല്ലായിടത്തും ഇങ്ങനെ എന്ത് കിട്ടിയാലും തട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തട്ടി തട്ടി ഉപ്പൂറ്റിയുടെ സൈഡിൽ എന്തോ ഒരു ചതവ് പോലെ വന്നിട്ടുണ്ട്, ഒരു ചെറിയ കറുപ്പ് കളറിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് എടുത്തു. ആൾക്കും എല്ലാ ക്രീമും തേച്ച് കൊടുത്ത് എല്ലാം ഓക്കെ ആക്കി റോളറൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തു. ആൾക്ക് ഇഷ്ടമായി. ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ സ്വഭാവം നല്ലതാണെങ്കിൽ മാത്രമേ ഞാൻ ഇതൊക്കെ ചെയ്ത് കൊടുക്കും. അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിരുന്നു. ഇനി നമുക്കിത് കഴുകാനുള്ള പരിപാടിയാണ്. നമ്മളിങ്ങനെ മുഖത്ത് തേച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് നല്ലതായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കഴുകി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, വെളുക്കില്ല. വെളുക്കണമെങ്കിൽ തൊലി പറിക്കണം. നമ്മൾക്ക് എന്താ പറയുക, ഒരു അഴുക്കൊക്കെ പോയി കിട്ടുമ്പോൾ ഉള്ളൊരു ചെറിയൊരു തിളക്കോ തെളിച്ചോ അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ അടുത്തത് ഇവനാണ്.
പുള്ളിക്കാണെങ്കിൽ അന്യായ എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പം ഞാൻ തന്നെ കഴുകിക്കോളാം എന്നൊക്കെ പറഞ്ഞു വാഷ് ബേസിൻ്റെ അടുത്തേക്ക് കസേരയൊക്കെ വലിച്ചു വെച്ചിട്ട് കസേരയുടെ മുകളിൽ കയറി നിന്നാണ് ആൾ മുഖം കഴുകണത്. മുഖം കഴുകണേണ്ടിട്ട് എന്താണ്ടൊക്കെ ആൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ശരി ആൻറ്റി തിളക്കുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ചായ പോലെ തോന്നുന്നുണ്ട്, ചായ പോലെ തോന്നിയാൽ ചായ അല്ല മോനെ കാപ്പി കാപ്പി. പിന്നെ പുള്ളി എന്താണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം സ്ഥിരം പരിപാടിയാണോ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇത് നല്ല പോലെ ഒട്ടിയിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ എല്ലാം കഴിഞ്ഞ് ആളൊന്ന് കഴുകി സെറ്റായി. ഇവനും ഇതൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പം അത്രേ ഉള്ളൂ. ബൈ ബൈ.